വീക്കെൻഡ് നമ്മൾ ജോലി ചെയ്യുന്നതിന് അലവൻസും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടുണ്ട്. ഞാനൊരു സാധനം കാണിച്ചു തരാമേ. ടോയ് ബോക്സ് മിറ്റൽ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. അത് എടുത്തിട്ട് നോക്കണം കറക്റ്റായിട്ടുണ്ടോയെന്ന്. എന്നിട്ട് പൂട്ടി വെക്കണം നമ്മൾ. ഇതൊരു എക്സാമിനേറ്റർ ഫ്ലീക്ക് ക്രാഫ്റ്റിൻ്റെ കയ്യിൽ വരാൻ പാടുള്ളൂ. ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ നൈറ്റ് ഡ്യൂട്ടി റൊട്ടീൻ ചെയ്തു, ഫ്രൂഡീൻസിൻ്റെ റൊട്ടീൻ ചെയ്തു. സ്പേറ്റിൻ്റെ റൊട്ടീൻ ഇതുവരെ ചെയ്തിട്ടില്ല, എന്ന് വെച്ചാൽ ഈവനിങ് ഡ്യൂട്ടിയുടെ. അപ്പം ഇന്നിവിടെ വീക്കെൻഡാണ്. ഇന്ന് സാറ്റർഡേ ആണ്, നാളെ സൺഡേ ആണ്. അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ സ്പേറ്റിൻ്റെ റൊട്ടീൻ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാറ്റർഡേ സൺഡേ ഈവനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഡിഫറൻ്റ് ആണ്. അതുപോലെ നിങ്ങൾക്ക് അറിയാലോ, നമുക്ക് അലവൻസ് ഉള്ളതിൽ ഈ വീക്കെൻഡ് നമ്മൾ ജോലി ചെയ്യുന്നതിന് അലവൻസും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടുണ്ട്. അപ്പം ഞാൻ ഓർത്തു എന്നതൊരു വീക്കെൻഡ് എങ്ങനെയാണെന്ന് നിങ്ങളെ കാണിച്ചു തരാമെന്ന്. അപ്പം നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം കാര്യങ്ങളും ഫീൽ ചെയ്യുമല്ലോ. വീക്കെൻഡിലും റൊട്ടീൻ കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. നമ്മൾ നോർമലി വരുന്നു, യൂണിഫോം ചേഞ്ച് ചെയ്യുന്നു, ഹോസ്പിറ്റലിൽ നമ്മൾ നമ്മുടെ വാർഡിൽ വരുന്നു. അതിനുശേഷം യൂബർ ഗാബെ കഴിഞ്ഞ് കഴിയുമ്പം ഫ്രൂഡീൻസ്റ്റുകാർ വീട്ടിൽ പോകും. അതിനുശേഷം കമ്പ്യൂട്ടറിൽ കുറച്ച് ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞ് കഴിയുമ്പം നമ്മുടെ ഫോർമെഡിസിൻ ഫോർബറൈറ്റൻ ചെയ്തതിന് ശേഷം ദൂഷ്കാങ് നടത്തും. എൻ്റെ മുന്നത്തെ വീഡിയോകളൊക്കെ കണ്ട ആളുകൾക്കറിയാം എന്താണ് ഫോർമെഡിസിൻ ഫോർബറൈറ്റൻ എന്ന് പറയുന്നത്, എന്താണ് ദൂഷ്കാങ് എന്ന് പറയുന്നത് എന്നൊക്കെ. വീക്കെൻഡിലെ ജോലിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ആളുകളെ ഉണ്ടാവുള്ളൂ. വീക്കെൻഡ് നമുക്ക് ഫ്രൈ തരണം എന്നുണ്ട്. അത് കാരണം ഒന്നരാടെ നമ്മൾ വർക്ക് ചെയ്യുള്ളൂ. അന്നേരം ആൾക്കാർക്ക് അവധി കൊടുക്കണ്ടേ. അത് കാരണം വർക്ക് ചെയ്യുന്ന ആളുകളുടെ എണ്ണം ഭയങ്കര കുറവായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനൊരു ബുദ്ധിമുട്ട് വരുന്നത്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അവരിങ്ങനെ അലവൻസസും കാര്യങ്ങളൊക്കെ വെച്ചേക്കണേ. ഞാനിവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഇതുവരെ ഒരു വീക്കെൻഡിലും ഞാൻ ഉദ്ദേശിച്ച പോലെ ഓർഗനൈസ് ചെയ്ത് എൻ്റെ കാര്യങ്ങളൊക്കെ തീർക്കാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടില്ല. ഇങ്ങനൊരു വാഗനായിട്ട് നമ്മൾ ആദ്യം തൊട്ട് അവസാനം വരെ പേഷ്യൻസ് കിടക്കുന്ന റൂമുകളിൽ പോയിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കും. മെഡിസിൻസൊക്കെ നമ്മൾ ഫെർട്ടൈലൻ ചെയ്യും. പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇൻ കേസ് ഏതെങ്കിലും പേഷ്യൻസ് ഔഫ്നാമയായിട്ട് അഡ്മിഷനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളും ഉണ്ട്. പേഷ്യൻസിനെ കറക്റ്റായിട്ട് നമ്മൾ കമ്പ്യൂട്ടറിൽ നമ്മുടെ പ്രോഗ്രാമിൽ ഉപനിയമം ചെയ്യണം. ഇന്നത്തെ ഡ്യൂട്ടി സത്യം പറഞ്ഞാൽ അത്ര സുഖമുള്ള ഡ്യൂട്ടിയൊന്നും അല്ല. അല്ലെങ്കിലും വീക്കെൻഡിലെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഭയങ്കര തിരക്കുള്ള ഡ്യൂട്ടി ആയിരിക്കും, ആൾ കുറവായിരിക്കും, എന്നാൽ അതനുസരിച്ച് പേഷ്യൻറ്റ് കുറവുണ്ടാവില്ല. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ഇന്നിപ്പം ഞാൻ വന്ന സമയത്ത് 20 പേഷ്യൻസ് ആയിരുന്നു. എൻ്റെ കൂടെ ഒരു കാപ്പേഹ എന്ന് വെച്ചാൽ ഹെൽപ്പറും ഒരു ഷൂളറും ആണുള്ളത്, ഉണ്ടർകൂൾ ഷൂളർ എന്ന് വെച്ചാൽ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ്. 20 ഞങ്ങളുടെ ബെഗ്രൻസും എന്ന് വെച്ചാൽ 20 പേഷ്യൻസിനെ എടുക്കേണ്ടത്. പക്ഷേ എന്ന് വെച്ചാൽ നമുക്ക് നോട്ട് പെറ്റിനുണ്ട് 2 നോട്ട് പെറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ നോട്ട് ഓഫ് നാമെ ഫില്ലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെച്ചാൽ നമ്മുടെ സ്റ്റക്സിയോൺ എല്ലാം ഫില്ലായി കഴിഞ്ഞ് കഴിയുമ്പം നോട്ട് ഓഫ് നാമെ അവർ എടുക്കും. അവിടെ ഒരു 5 പേഷ്യൻസിന് കിടക്കാൻ സൗകര്യമുണ്ട്. അവർ കഴിഞ്ഞതിന് ശേഷം പിന്നെയും പേഷ്യൻറ്റ് വന്നാൽ നമ്മൾ എക്സ്ട്രാ ആയിട്ട് യൂബർനിയമം ചെയ്യേണ്ടി വരും. എന്ന് വെച്ചാൽ ഓഫ് നാമെ അഡ്മിഷൻ എടുക്കേണ്ടി വരും. അപ്പം അങ്ങനെ എക്സ്ട്രാ എനിക്കൊരു പേഷ്യൻറ്റിനെ കിട്ടി. പിന്നെ ടോട്ടലി എല്ലാവരും ഭയങ്കര ഒത്തിരി സഹായം വേണ്ട ആൾക്കാരാണ്. അതുകൊണ്ട് കുറച്ച് തിരക്കാണ്. ബെറ്റോയ്ബോങ്സ് മിറ്റൽ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. അതെന്ന് വെച്ചാൽ നമ്മുടെ ഈ മോർഫിനൊക്കെ പോലത്തെ ഭയങ്കര സ്റ്റാർക്കായിട്ടുള്ള മെഡിക്കമെൻറ്റ്, ഭയങ്കര അങ്ങനത്തെ ഈ അഭേങ്ങിക്കായിട്ട് വരത്തില്ല, എന്ന് വെച്ചാൽ നമ്മൾ ഡിപ്പെൻഡൻ്റ് ആയി പോകത്തില്ല, അതുപോലത്തെ മെഡിസിൻസൊക്കെയാണ്. അതിന് ഇംഗ്ലീഷിൽ വാക്കൊക്കെ ഉണ്ട്, പക്ഷേ അത് മറന്നുപോയി. ഇപ്പോൾ എനിക്ക് ഗൂഗിൾ നോക്കാൻ സമയമില്ല. അതുകൊണ്ടാണ് ഞാൻ ബെറ്റോയ്ബോങ്സ് മിറ്റൽ എന്ന് തന്നെ പറയണത്. ബേറ്റയും മിറ്റൽ എന്നാണ് പറയുന്നത്. അതിന് എക്സ്ട്രാ ബുക്കും റെക്കോർഡൊക്കെ ഉണ്ട്. നമ്മൾ ഓരോന്ന് എടുക്കുമ്പോഴും അത് ഡോക്യുമെൻറ്റ് ചെയ്യണം നമ്മളത് എടുത്തു എന്നുള്ള കാര്യം. അതുപോലെ അതിന് കറക്റ്റും കൺട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ടാർഗിൻ എന്ന് പറഞ്ഞൊരു മെഡിക്കമെൻ്റ് ഉണ്ട്. ആ മെഡിസിൻ ബെറ്റോയ്ബോങ്സ് മിറ്റലാണ്. അപ്പോൾ അതിൻ്റെ ഒരു പേഷ്യൻറ്റിന് പോകുന്നുണ്ട്. അപ്പം ഞാനത് എടുക്കണം. അതിന് ആ പേഷ്യൻറ്റിന് രാവിലെയും വൈകുന്നേരം ഓരോന്നും ഇതാണ് പോണേ. അപ്പം നമ്മളത് എഴുതണം. പേഷ്യൻറ്റിൻ്റെ പേര്, അയാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ എഴുതി കറക്റ്റായിട്ട് ഡോക്യുമെൻറ്റേഷൻ ചെയ്യണം കേട്ടോ. നമ്മൾ കറക്റ്റ് പേഷ്യൻറ്റിൻ്റെ പേരും ഡേറ്റ് ഓഫ് ബർത്തും എഴുതണം. അതുപോലെ നമ്മൾ ഒരെണ്ണം എടുത്തു എന്ന് എഴുതണം, ബാക്കി എത്രണ്ണം ഉണ്ടെന്ന് എഴുതണം. അത് നമ്മൾ എന്നിട്ട് അവിടെ ഒപ്പിടണം ആരാണ് എടുത്തത് ലാസ്റ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ലോക്കർ പോലത്തെ സ്ഥലത്ത് പൂട്ടി വെച്ചേക്കുമായിരിക്കും നമ്മുടെ മെഡിസിൻസൊക്കെ. അല്ലാന്ന് വെച്ചാൽ ഈ ബെറ്റോയ്ബോങ്സ് മിറ്റൽ എടുത്തിട്ട് നോക്കണം കറക്റ്റായിട്ടുണ്ടോയെന്ന്. എന്നിട്ട് പൂട്ടി വെക്കണം നമ്മൾ. ഇതൊരു എക്സാമിനേറ്റർ ഫ്ലീക്ക് ക്രാഫ്റ്റിൻ്റെ കയ്യിൽ വരാൻ പാടുള്ളൂ. ടാർഗിൻ സെയിം 5 മില്ലിഗ്രാം ഇതാണ് പോണത്. ബാക്കി ഇതിപ്പം 1 2 3 4 5 6 7 എണ്ണം ഉണ്ട്. ഞാൻ എടുത്തു കഴിഞ്ഞ് കഴിയുമ്പം പിന്നെ 6 എണ്ണമാണ് ബാക്കി ഉണ്ടാവുക. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ മെഡിസിൻസ് ഏതെടുത്താലും നമ്മൾ ഒരിക്കലും ഇതിൻ്റെ അകത്തുനിന്ന് പൊട്ടിക്കാൻ പാടില്ല. ഇതിൻ്റെ അകത്ത് എല്ലാത്തിൻ്റെ അകത്തുണ്ട്. ഇങ്ങനെ മാത്രമേ നമ്മൾ പേഷ്യൻറ്റിന് കൊടുക്കാൻ പാടുള്ളൂ. പേഷ്യൻറ്റ് എടുക്കുന്നതിന് മുന്നേ, പേഷ്യൻറ്റ് സ്വന്തമായിട്ട് കഴിക്കുന്നതിന് മുന്നേ മാത്രമേ ഈ സാധനം പൊട്ടിക്കാൻ പാടുള്ളൂ. വീക്കെൻഡിൽ ഞങ്ങൾക്ക് സർവീസ് ക്രാഫ്റ്റ് ഇല്ല. പേഷ്യൻറ്റിനുള്ള ആബൻഡസൻ ഇങ്ങനെ വാഗനിലായിട്ട് വരും. ബ്രെഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഏതാണോ ചായ ഇവർക്ക് വേണ്ടത് ആ ചായ നമ്മൾ അതിൻ്റെ അകത്ത് വെച്ചാൽ മതി. ജർമ്മൻസിന് ഫുഡ് കൊടുക്കുമ്പോൾ എന്ന് വെച്ചാൽ രാവിലെ
ബ്രേക്ക്ഫാസ്റ്റിന് ഇവർ കൂടുതൽ ആൾക്കാർ കാപ്പിയാണ് കുടിക്കുക. അപ്പം ചിലവർ പാലൊഴിച്ച് കുടിക്കും, ഇല്ലാതെ പാലില്ലാതെ കുടിക്കും. പക്ഷേ ഇവരുടെ കാപ്പി ഭയങ്കര സ്ട്രോങ് ആട്ടോ. ഇവർക്കത് വേണമെന്ന് വെച്ചാൽ രാവിലെ ഉണരാനായിട്ട് അവർക്ക് കാപ്പി കുടിക്കണമെന്നാണ് പറയണത്. പക്ഷേ അന്നേരം ഈവനിങ്ങിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല. കാരണം ഈവനിങ്ങിൽ ഇവരെല്ലാവരും തന്നെ ചായ കുടിക്കുക ബ്രെഡിൻ്റെ കൂടെ. നമ്മുടെ നാട്ടിലെ പോലെയല്ലേ, ഇവരെല്ലാവരും ബ്രെഡും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ ഇവർ ബ്രെഡിൻ്റെ കൂടെ കാപ്പി കുടിക്കില്ല, ചായയെ കുടിക്കുകയുള്ളൂ. നമ്മൾ വേറൊരു നാട്ടിൽ നിന്ന് വരുന്നതുകൊണ്ട് നമ്മുടെ നാടിൻ്റെ ഭക്ഷണത്തിനേക്കാളൊക്കെ ഒരുപാട് വ്യത്യാസമുള്ള ഭക്ഷണ രീതികളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. ആദ്യം അതുമായിട്ടൊന്ന് മനസ്സിലാക്കിയെടുക്കാനൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഇവരിങ്ങനെ ബ്രെഡിൻ്റെ മുകളിൽ ബട്ടർ തേച്ച് പിന്നെ അങ്ങനെ കേസേ വൂർസ്റ്റ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ തേച്ച് വരട്ടി ഇവർ കഴിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ നാട്ടിലാകെ ബ്രെഡും ജാമും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടൊന്നുമല്ല ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. പിന്നെ എപ്പോഴെങ്കിലും ഒരു ഒക്കേഷണലി കഴിക്കുമെന്നല്ലാണ്ട് നമ്മുടെ അപ്പവും ദോശയും മുട്ടൊക്കെ കഴിച്ചിട്ടല്ലേ വളർന്നു വരിക. അപ്പം വേറൊരു നാട്ടിലെ വേറൊരു കൾച്ചറിലെ വേറെ ഫുഡും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മളവിടെ വന്നു കഴിയുമ്പം ഓരോ കാര്യങ്ങൾ പഠിക്കുക. ഇവിടെ പലതരം ബ്രെഡുകളുണ്ട്, പലതരം ബണ്ണ് പോലത്തെ സാധനങ്ങളുണ്ട്. ബണ്ണ് പോലത്തെ സാധനങ്ങൾക്ക് ബ്രോഡ്ഷൻ എന്നാണ് പറയണത്. പല ടൈപ്പുണ്ട്, ബ്രോഡ്സിനാണെങ്കിലും ബ്രോട്ടാണെങ്കിലും എല്ലാം. അപ്പോൾ അതൊക്കെ ഒന്ന് പരിചയപ്പെട്ടിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ ഇവിടെ ആണെങ്കിലും ചായകളൊക്കെ ടീ ബാഗിൽ പല വെറൈറ്റി സാധനങ്ങളുണ്ട്. അപ്പം ഓരോരുത്തരുടെ പേരൊക്കെ പഠിച്ച് വയ്ക്കുക. അപ്പോൾ ഓരോരുത്തർ ഇന്നത് വേണം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് കൊടുക്കാമല്ലോ. പല നഴ്സുമാരായതുകൊണ്ട് ഇതൊന്നും ചെയ്യേണ്ടതെന്നൊന്നുമില്ല. ഞാൻ എല്ലാ പരിപാടിക്കും കൂടാറുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ജോലി മാത്രമേ ചെയ്യുള്ളൂ എന്ന് ഞാൻ വിചാരിക്കാറില്ല. ഇപ്പോൾ എനിക്ക് സമയമുണ്ടെങ്കിൽ ഞാൻ ബാക്കിയുള്ളവരുടെ കാര്യങ്ങളിലൊക്കെ ഞാൻ കൂടി ചെയ്യാറുണ്ട്. സർവീസ് ക്രാഫ്റ്റ് എൻ്റെ ഹോസ്പിറ്റലിൽ രാവിലെ മാത്രമേ ഉള്ളൂ. അത് കാരണം ഉച്ച കഴിഞ്ഞ്, പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഉച്ച കഴിഞ്ഞ് കഴിയുമ്പോൾ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും. അങ്ങനെ ടെസ്റ്റുകളൊന്നും എന്തെങ്കിലും ഒരു നോട്ട് ഫാർമേഴ്സിക് ആയിട്ട് വെച്ചാൽ അർജൻറ്റായിട്ട് വന്നാൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ റൊട്ടീനായിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് സമയം കിട്ടും. ഞാനൊരു സാധനം കാണിച്ചു തരാമേ. ഇത് ടാസ്, സാധാ ചായ കുടിക്കുന്ന കപ്പ്. പക്ഷേ എല്ലാ പേഷ്യൻസിനും നമ്മൾ കുടിക്കുന്ന പോലെ ചായ കുടിക്കാൻ പറ്റണമെന്ന് നിർബന്ധമില്ലല്ലോ. അങ്ങനത്തെ സാഹചര്യത്തിൽ പേഷ്യൻറ്റിന് കൊടുക്കുന്നതാണ് സ്നാബൽ ബേഷർ. ഇങ്ങനെ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പേഷ്യൻസിന് ഇങ്ങനെ വായിൽ മുട്ടിച്ച് കുടിക്കാൻ പറ്റും. ഇവിടെ ഒരു ഓട്ടയുണ്ട്, അപ്പം അതുകൊണ്ട് ആ ഒരു പ്രഷർ വരില്ല, ഇങ്ങനെ ഞെങ്ങി പോവില്ല. ഇത് ഭയങ്കര നല്ലതാണ്. ഇപ്പം പേഷ്യൻസിന് ഇപ്പോൾ കൈ ഇങ്ങനെ വിറയ്ക്കുന്നു, അല്ലെങ്കിൽ ഇത് പിടിക്കാനുള്ള കഴിവൊന്നുമില്ല, അങ്ങനെയുണ്ടെങ്കിൽ നമുക്കിത് വെച്ച് കൊടുക്കാൻ പറ്റും. നമ്മളൊരു മാസത്തിൽ 2 വീക്കെൻഡ് ജോലി ചെയ്യണം. 2 വീക്കെൻഡ് നമുക്ക് അവധിയായിരിക്കും. അപ്പോൾ ഒന്നരാടം നമ്മൾ ചെയ്യേണ്ടി വരും. വീക്കെൻഡിലെ സ്പേറ്റ് എന്ന് പറഞ്ഞാൽ സ്പേറ്റ് മാത്രമല്ല, ഫ്രൂഡീൻസ്റ്റ് ആണെന്നുണ്ടെങ്കിലും അത്ര എളുപ്പമുള്ള ഡീൻസ്റ്റൊന്നും അല്ല, പാടാം. ആളും കുറവല്ലേ, ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇവർ സോഷ്യലാകെ തരുന്നത്. സോഷ്യലാകെ എന്ന് വെച്ചാൽ അലവൻസാണ്. നമുക്ക് നോർമലി ഫയർ ടാഗ് എന്ന് വെച്ചാൽ അവധി ദിവസങ്ങളിലും അല്ലെങ്കിൽ വീക്കെൻഡിലും ഒക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സ്ട്രാ അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിലപ്പം ഇങ്ങനെ ബുദ്ധിമുട്ടായതുകൊണ്ടായിരിക്കാം അവർ നമുക്ക് ഇങ്ങനെ അലവൻസൊക്കെ തരുന്നത്. പിന്നെ എല്ലാവരും വീട്ടിലിരിക്കുന്ന സമയത്ത് നമ്മളൊന്ന് വർക്ക് ചെയ്യുമല്ലേ. ഡ്യൂട്ടി അത്ര എളുപ്പമൊന്നും അല്ലായിരുന്നു ഉള്ള കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒരുപാട് പേഷ്യൻസ് ബെല്ലടിക്കുമായിരുന്നു. പക്ഷെ നമ്മുടെ നാട്ടിലെ പോലെ അല്ലല്ലോ. ഇവിടെയെന്ന് വെച്ചാൽ അങ്ങനെ കൂടെ നിൽക്കാൻ ആളൊന്നുമില്ല, നമ്മൾ തന്നെ വേണം എല്ലാത്തിനും. പിന്നെ വീക്കെൻഡ് ആയതുകൊണ്ട് കുറേ അൺഹിയൂറികന്മാരൊക്കെ വരും, വിസിറ്റേഴ്സ് വരും. അപ്പം അവരും വരും. അപ്പോൾ അവർ വന്നു കഴിയുമ്പോൾ അവരുടെ ആൾക്കാർക്ക് കറക്റ്റായിട്ട് എല്ലാം കിട്ടുന്നുണ്ടോ എന്നൊക്കെ അവരിങ്ങനെ നോക്കും. പിന്നെ സഹായം വേണ്ട ആളുകളുണ്ട് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കുറേ പേര് ബെല്ലടിക്കുമ്പോഴും പിന്നെ കുറേ പേഷ്യൻറ്റിൻ്റെ നമ്പറൊക്കെ ഉള്ളപ്പോൾ നമുക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം തീരാനൊക്കെ ആണെങ്കിലും സമയം എടുക്കൂലേ. എൻ്റെ ഈവനിങ് ഡ്യൂട്ടി സാറ്റർഡേയിലേ കഴിഞ്ഞു. അത്രയ്ക്ക് നല്ലതായിരുന്നെന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ ഭയങ്കരമായിട്ട് മടുത്തുപോയി. എനിക്കറിയില്ല, എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ശരീരം കൊണ്ട് മാത്രമല്ല, നമ്മളിങ്ങനെ തലയും കൊണ്ടും ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നു. വെച്ചാൽ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മുടെ തലയിൽ ഇങ്ങനെ മുഴുവൻ നമ്മളിങ്ങനെ പല കാര്യങ്ങൾ ആലോചിക്കുകയാണ്. എന്ന് വെച്ചാൽ ആ പേഷ്യൻ്റ് എന്ത് ചെയ്യണം, ഈ പേഷ്യൻ്റ് എന്ത് ചെയ്യണം. അപ്പം കുറേ കാര്യങ്ങൾ നമ്മുടെ തലയിൽക്കൂടെ ഓടുന്നുണ്ട്. അപ്പം നമ്മളിങ്ങനെ ക്യോർപ്പറലിഷും തലയും കൊണ്ടും എന്ന് വെച്ചാൽ നമ്മൾ ശരീരം കൊണ്ടും തലയും കൊണ്ടും വർക്ക് ചെയ്യുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. തല കൊണ്ട് മാത്രമല്ല, ശരീരം കൊണ്ട് മാത്രമല്ല. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ പല കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തയുണ്ടാവണം. അപ്പം വേറെ ആൾക്കാരും അതിനെക്കുറിച്ച് ചിന്തിക്കാനില്ലാതെ വരുമ്പോൾ നമ്മൾ തന്നെ എല്ലാ കാര്യങ്ങളും ചിന്തിക്കണം. അത് ഒരു നെഗറ്റീവ് സൈഡായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇന്ന് സൺഡേ ആണ്. ഞാൻ ഇന്നലെ സാറ്റർഡേയുടെ ഡ്യൂട്ടിക്ക് പോയതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളെ കുറച്ച് കാണിച്ചായിരുന്നു. ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് സൺഡേ ആണ്. സൺഡേ കുറച്ചും കൂടെ നല്ലൊരു ഡ്യൂട്ടി ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്ന് ഞങ്ങൾ 3 പേരാണ്. ഞാനാണ് നേഴ്സ്, പിന്നെ ഒരു ഉണ്ടർകൂൾ ഷൂളറുണ്ട്, എന്ന് വെച്ചാൽ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന ഒരു ഷൂളർ, പിന്നെ ഒരു കാപ്പേഹ എന്ന് വെച്ചാൽ ക്രാങ്കൻ ഫ്ലീഗെ ഹെൽഫറായിട്ടുള്ള ഒരാളും കൂടെ ഉണ്ട്. അപ്പം 20 പേഷ്യൻസ് ആയിരുന്നു ഞങ്ങൾക്ക് ബെഗ്രൻസും ഉണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ 20 പേഷ്യൻസിനാണ് നമുക്ക് എടുക്കാൻ പറ്റുക അഡ്മിഷൻ. പക്ഷേ നമുക്കിനി ഇൻ കേസ് ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും പേഷ്യൻസ് നടന്നൊക്കെ വന്നാൽ അവരിപ്പം നമ്മൾ
അഡ്മിഷൻ ആകണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാർഡിലേക്ക് എടുക്കുക. അപ്പോൾ ഇന്നലെ ടോട്ടൽ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് 21 പേഷ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ സാറ്റർഡേ ആകുമ്പോൾ കുറച്ചും കൂടെ ഒരു വീക്ക് ഡേയ്സിനേക്കാളും കുറച്ച് തിരക്കുകൾ കുറവായിരിക്കും. പക്ഷേ എന്നാലും ഇന്നലെ തിരക്കുള്ളൊരു ദിവസമായിരുന്നു. അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും, നമ്മുടെ പേഷ്യൻസിൻ്റെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ വെച്ച് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷേ സൺഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. കാരണം ടോട്ടലി ഒരു പേഷ്യൻ്റ് സെലക്ട് ആയില്ലെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു സമാധാനപരമായിട്ടുള്ളൊരു ദിവസമാണ് നോർമലി സൺഡേസ് എന്ന് പറയുന്നത്. എന്തായാലും നോക്കാം എങ്ങനെ ആവുമെന്ന്. ഇതാണ് ഞങ്ങളുടെ ഒരു നെയ്ബർഹുഡ്. നല്ലതല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ. കുട്ടികൾക്കൊക്കെ കളിക്കാനുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ അടുത്ത് തന്നെ ബസ് സ്റ്റോപ്പാണ്, ബസ് സ്റ്റോപ്പുണ്ട്, എല്ലാം ഉണ്ട്. നല്ലതാണ്. സെയിം ജോലി തന്നെയാണ്, സെയിം ഔഫ്കാബകൾ തന്നെയാണ്. അതുകൊണ്ടാണ് പിന്നെയും കാര്യങ്ങൾ എന്തൊക്കെ ചെയ്തു എന്ന് കാണിക്കാതെ. കാരണം എപ്പോഴും ഒരേ കാര്യം തന്നെ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം ആർക്കും അത്ര ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് സെയിം റൊട്ടീൻ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇന്ന് കുറച്ചും കൂടെ മെച്ചം ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നലത്തെ അത്രയും തിരക്കുണ്ടായിരുന്നില്ല. പക്ഷേ എന്നാലും ഞങ്ങൾക്ക് ഒരു നോട്ട് ഫാൾ വന്നു. നോട്ട് ഫാൾ എന്ന് പറഞ്ഞാൽ എമർജൻസി. ഒരു പേഷ്യൻറ്റിന് പെട്ടെന്ന് സ്ട്രോക്കായി. പിന്നെ നോട്ട് ഫാൾ മേസിക് ആയിട്ടെന്ന് വെച്ചാൽ എമർജൻസി ആയിട്ട് CT എടുത്തു. അപ്പോൾ അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇത്ര നേരം എടുക്കാൻ പറ്റില്ല. നോർമൽ റൊട്ടീൻ തന്നെയായിരുന്നു എല്ലാം. ചിലപ്പോൾ സൺഡേ ആയതുകൊണ്ടായിരിക്കും കുറേ അംഗഹ്യോരികമാരൊക്കെ വന്നു. എന്ന് വെച്ചാൽ റിലേറ്റീവ്സ്, അവരൊക്കെ വന്ന് പേഷ്യൻസിനെ കണ്ടു, പേഷ്യൻസിൻ്റെ വിവരങ്ങൾ നമ്മളോട് തിരക്കി, എന്നിട്ട് പോയി. ഇന്നൊരു വളരെ നല്ല ദിവസമായിരുന്നു. ഞങ്ങളുടെ ജോലിയും കാര്യങ്ങളൊക്കെ നേരത്തെ തീർന്നു. ഏകദേശം ഒരു 1.5 മണിക്കൂർ മുന്നേ തന്നെ എല്ലാ പരിപാടിയും കഴിഞ്ഞായിരുന്നു. സൺഡേ ആയതുകൊണ്ടായിരിക്കും തോന്നുന്നു. ഞാനാണെങ്കിൽ ചുമ്മാ ജോലി ചെയ്യുന്നത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാറേ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാൻ തുടങ്ങിയ പിന്നെയാണ് ഞാൻ ഓരോ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നി, ഞാൻ പറഞ്ഞ പോലെ തന്നെ വീക്കെൻഡിലൊക്കെ നമുക്ക് കൂടുതലായിട്ട് ബെച്ചാലം ചെയ്യുന്നതെന്ന് വെച്ചാൽ പേയ്മെൻറ്റ് കിട്ടുന്നത് നമ്മളിങ്ങനെ ഒറ്റയ്ക്കൊക്കെ ജോലി ചെയ്യേണ്ടി വരുന്നത് കൊണ്ടായിരിക്കും എന്ന്. പക്ഷെ നമ്മൾ കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ സാംസ്റ്റാഗ് സൊണ്ടാഗ് ടീംസ്റ്റിൽ സൊണ്ടാഗാണ് കുറച്ചും കൂടെ കൂടുതൽ കിട്ടുക സാംസ്റ്റാഗിനേക്കാളും. വെച്ചാൽ സാറ്റർഡേനേക്കാളും സൺഡേ ആണ് കൂടുതൽ നമ്മൾ ഏൺ ചെയ്യുക. പക്ഷേ സൺഡേ ആണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ അൾട്രാസൗണ്ടുകളില്ല, ടെസ്റ്റുകളില്ല. അപ്പം കുറേ കൂടെ എളുപ്പമാണ്. പിന്നെ എന്തിനാണ് അവരെങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ നമ്മൾ ഈ സൺഡേ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും അവധിയുള്ള ദിവസം ആ അവധി വിട്ട് നമ്മൾ ഇവിടെ ജോലിക്കൊക്കെ വരുമല്ലേ, ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.